സ്റ്റാഫിംഗ്, സ്റ്റാഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിനെ റിലേറ്റ് ചെയ്ത എന്തോ ആണ് സ്റ്റാഫും സ്റ്റാഫിങ്ങും ഒക്കെ. ദാറ്റ് ഈസ് ഫില്ലിംഗ് ദി ജോബ് പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ ജോബ് പൊസിഷൻസ്, ജോബുകൾ അഥവാ ജോലികൾ ഫില്ല് ചെയ്യുക, അതിന് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. അപ്പം ഇത് തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സ്റ്റാഫിംഗ്. അപ്പം ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും പ്രിൻസിപ്പൽ ആയിട്ടുള്ള അസറ്റ്. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. ആ ഹ്യൂമൻ റിസോഴ്സിനെ എത്ര കാര്യക്ഷമമായി മാനേജ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുക. എന്ന് വെച്ചാൽ ഏതൊരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ഹ്യൂമൻ ബീങ്സ് അഥവാ ഹ്യൂമൻ റിസോഴ്സസ്. അതിനെ എത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നതോ അതനുസരിച്ചിരിക്കും കമ്പനിയുടെ വിജയം അഥവാ സക്സസ് ഓഫ് എ കമ്പനി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ഹൗ വെൽ ദേ മാനേജ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പം ഒരു സ്ഥാപനത്തിന്റെ റിസോഴ്സസിനെ എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? ലൈക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ആ കമ്പനിയിലെ എല്ലാ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്. മെന്നാണ് മെഷീനറിനെയും ബാക്കിയുള്ള എല്ലാ റിസോഴ്സസിനെയും മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം ശരിയായ ജോലിക്ക് ശരിയായ ആളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റൈറ്റ് പേഴ്സണെ കണ്ടെത്തുക ഫോർ ദ റൈറ്റ് ജോബ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡാൻസ് ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ഡാൻസ് ഒന്നും അറിയത്തില്ലാത്ത, ഡാൻസിന്റെ ഒരു ബേസിക്സും അറിയത്തില്ലാത്ത ഒരാളെ ആണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ഡാൻസിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്നതും ഡാൻസ് നന്നായിട്ട് ചെയ്യുന്നതും അതിന്റെ റൂൾസും എല്ലാം അറിയാവുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ ഡാൻസ് ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുക. അതുപോലെ ഒരു മ്യൂസിക് ടീച്ചർ, മ്യൂസിക് നന്നായിട്ട് അറിയാവുന്ന ആളെ ആയിരിക്കും നമ്മൾ ഡാൻസ് ടീച്ചർ ആക്കുക. അല്ല, മ്യൂസിക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണെങ്കിൽ അതിൽ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാളെയാണെങ്കിൽ നമ്മൾ മ്യൂസിക് ടീച്ചർ ആക്കുക. ഡാൻസ് നന്നായിട്ട് അറിയാവുന്നവരെയായിരിക്കും നമ്മൾ ഡാൻസ് ടീച്ചർ ആക്കുക. അതുപോലെ ഓരോ ഇതിലും ഓരോ ജോബ് പൊസിഷനിലും റൈറ്റ് ആയിട്ടുള്ള ഒരു ജോലിക്ക് അതുമായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതിനാണ് സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സിൽ പറയുക. ദാറ്റ് ഈസ് ശരിയായ അഥവാ പ്രാപ്തരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി നിയോഗിക്കുന്നതിനാണ്. ആൻഡ് അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ നൽകി നൽകുന്ന ആ പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. എന്ന് വെച്ചാൽ ശരിയായ ആളെ കണ്ടെത്തി അവർക്ക് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ പറയുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ജസ്റ്റ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുവാണ്. അപ്പം നിങ്ങൾ ഒരു ടീം കളിക്കുന്നുണ്ട്, വേറൊരു ടീം കളിക്കുന്നുണ്ട്. വേറൊരു ടീമിൽ അത്യാവശ്യം നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു. നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ആളുകളെ സെലക്ട് ചെയ്യുന്ന, പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫുട്ബോൾ അറിയാവുന്ന ആൾക്കാരെ ആയിരിക്കും, ഫുട്ബോളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാവുന്ന, ഫുട്ബോൾ അറിയാവുന്ന ആൾക്കാരെ ആയിരിക്കും, അതോ ഫുട്ബോളിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്കാരെ ആയിരിക്കുമോ? ഫുട്ബോൾ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നതും അതിന്റെ റൂൾസ് ഒക്കെ അറിയാവുന്നതും അത്യാവശ്യം ഓടാനൊക്കെ അറിയാവുന്ന ആൾക്കാരെ ആയിരിക്കും ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നത്, അഥവാ നിങ്ങൾ ടീമിൽ എടുക്കുന്നത് അങ്ങനെയായിരിക്കും. അതേ കോൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ വരുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അത്യാവശ്യം ഓർഗനൈസേഷനിൽ ആ ജോബ് പൊസിഷന് നന്നായിട്ട് നിൽക്കും, അഥവാ ആ ജോബ് പൊസിഷൻ ആപ്റ്റ് ആണ് എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതേ കോൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ അതിന് പറയുന്നതാണ് സ്റ്റാഫിംഗ്. അപ്പം വി നോ ദാറ്റ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് പ്ലാനിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് വി ഹാവ് ഡിസ്കസ്ഡ് ഓർഗനൈസിംഗ് പഠിച്ചു. അപ്പം പ്ലാനിങ്ങും ഓർഗനൈസിംഗും പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഓർഗനൈസേഷന് ശരിയായ ഒരു ഘടനാ രീതിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ലൈക് പ്ലാനിങ് ഓർഗനൈസിംഗും കഴിഞ്ഞ് അടുത്ത പടി എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. അപ്പം ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനം അഥവാ ശരിയായ ആളുകളെ ഓരോ സ്ഥലത്തേക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഓരോ സ്ഥലത്തേക്ക് നിയോഗിക്കുന്ന ആ പ്രോസസ്സിന് അഥവാ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. ശരിയായ ആളെ കണ്ടെത്തുന്നത്, ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്, ആളെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നത്, ഏതാണോ അയാൾക്ക് പറ്റിയ ജോലി എന്ന് കണ്ടെത്തി അതിൽ കൃത്യമായി പ്ലേസ് ചെയ്യുന്നത്, ആൻഡ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അഥവാ പരിശീലനം ഒക്കെ കൊടുത്ത് അയാളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്, ഈ എല്ലാ പ്രോസസ്സിനും കൂടെ കൂടി പറയുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. Staffing is concerned with the recruitment, selection,
placement, training, growth and development of all the members of an organization. അപ്പം ഇതിലെ ഓരോ ടേംസും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നതാണ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ സ്റ്റാഫിംഗിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അഥവാ സ്റ്റാഫിംഗിന്റെ പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇതെല്ലാം സ്റ്റാഫിംഗിന്റെ പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റിനെ കുറിച്ചും സെലക്ഷനെ കുറിച്ചും, റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, സെലക്ഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ ആളെ കണ്ടെത്തുന്നതാണ് സ്റ്റാഫിംഗ്. ഈ പിക്ചറിൽ അഥവാ ഈ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ എഴുതിയിരിക്കുന്നത് സ്റ്റാഫിംഗിന് ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞിരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സൺ, റൈറ്റ് ജോബ്, റൈറ്റ് ടൈം. അപ്പം ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് ഇൻ ദ റൈറ്റ് ടൈം, അതാണ് സ്റ്റാഫിങ്ങിനെ ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ പറയുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കറക്റ്റ് പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് കൃത്യസമയത്ത് ജോലിയിൽ അപ്പോയിന്റ് ചെയ്യുക, അതാണ് സ്റ്റാഫിംഗിൽ പറയുക. പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഇസ് കോൾഡ് സ്റ്റാഫിംഗ്. അപ്പൊ സ്റ്റാഫിങ്ങിനെ സിമ്പിൾ ടേംസിൽ പറയുവാണെങ്കിൽ പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഇസ് കോൾഡ് സ്റ്റാഫിംഗ്. അപ്പൊ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളോട് കൂടുന്നതാണ് സ്റ്റാഫിംഗ്. റൈറ്റ് പേഴ്സണെ ആയിരിക്കണം, ശരിയായുള്ള ആളെ ആയിരിക്കണം, ശരിയായ ജോലിയിൽ വേണ്ടിയിട്ടായിരിക്കണം, അത് ശരിയായ സമയത്ത് വരണം. അപ്പൊ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോലിയിൽ റൈറ്റ് സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ടേംസിൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിംഗിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. തിയോ ഹൈമൻ എന്ന് പറഞ്ഞ മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റാഫിംഗിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ പെർട്ടൈൻസ് ടു ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. അപ്പം തിയോ ഹൈമൻ പറയുന്നത് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് റിക്രൂട്ട്മെന്റ്. ഹലോ ഉണ്ടല്ലോ സിസ്റ്റർ, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ലേ? ആണോ? ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? പിള്ളേർക്ക് കാണാൻ പറ്റും? ഓക്കെ 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 ഓക്കെ. അപ്പൊ തിയോ ഹൈമാൻ എന്ന് പറഞ്ഞ മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞിരുന്ന ഡെഫിനേഷൻ ആണിത്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റും സെലക്ഷനും ഡെവലപ്മെന്റും ട്രെയിനിങ്ങും കോമ്പൻസേഷനും എല്ലാം കൂടെ കൂടിയതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റാഫിംഗ് ഫംഗ്ഷൻ പെർട്ടൈൻസ് ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പം പെർട്ടൈൻസ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റും സെലക്ഷനും ഡെവലപ്മെന്റും പരിശീലനവും ആൾക്കാർക്ക് സബോർഡിനേറ്റ്സിന് വേജസ് കൊടുക്കുന്നതും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത് എന്നാണ് തിയോ ഹൈമാൻ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് അഥവാ സ്റ്റാഫിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി സ്റ്റാഫിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മീനിങ്ങും ഡെഫിനേഷൻ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സ്റ്റാഫിംഗ് എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് കോമ്പീറ്റന്റ് പേഴ്സണൽ എന്ന് വെച്ചാൽ മനുഷ്യ വിഭവ സമ്പത്ത് കണ്ടെത്തുന്നതാണ് സ്റ്റാഫിംഗിൽ ഉൾപ്പെടുന്നത്. എന്ന് വെച്ചാൽ കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ, കോമ്പീറ്റന്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ, പേഴ്സണൽ PERSONNEL, ഈ പേഴ്സണൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ അഥവാ എംപ്ലോയീസ് എന്നായിരിക്കാണ് അർത്ഥം. അപ്പൊ കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ വേണ്ടി സ്റ്റാഫിംഗ് സഹായിക്കുന്നു. അപ്പം we know that every organization needs money, machinery, material, men and so many other resources for the smooth functioning of an organization. For an organization smooth functioning ന് വേണ്ടിയിട്ട് നമുക്കറിയാം കുറേ റിസോഴ്സസ് വേണം. മെൻ വേണം, മെഷീനറി വേണം, മണി വേണം, മെറ്റീരിയൽ വേണം, അങ്ങനെ കുറേ റിസോഴ്സസ് വേണം ഒരു കമ്പനി സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്തു പോകാൻ. അപ്പം ഈ റിസോഴ്സസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാ? മെൻ ആണ് ഈ റിസോഴ്സസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. മണി ആണെങ്കിലും മെഷീനറി ആണെങ്കിലും
മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം മാനേജ് ചെയ്യുന്നത് അഥവാ ഇതിലെല്ലാം വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അഥവാ മെൻ ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്. അപ്പൊ ഇതിൽ ഏറ്റവും വിലപ്പെട്ട അസറ്റ് അഥവാ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവങ്ങളാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും വിലപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഹ്യൂമൻ റിസോഴ്സസിനെ കണ്ടെത്തുക, ആൻഡ് അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ പറയുക. സ്റ്റാഫിംഗ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് കോമ്പീറ്റന്റ് പേഴ്സണൽസ് ഫോർ വേരിയസ് ജോബ്സ്. അപ്പൊ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അഥവാ പ്രാപ്തിയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക. ഫസ്റ്റ് പോയിന്റിൽ പറയുക കോമ്പീറ്റന്റ് പേഴ്സണൽസിനെ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ, എംപ്ലോയീസിനെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം കഴിവുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് സഹായിക്കുന്നു. സ്റ്റാഫിങ്ങില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടെത്താം എന്നതിന് സ്റ്റാഫിംഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക. സെക്കൻഡ് പോയിന്റ് ഹയർ പെർഫോമൻസ്. സ്റ്റാഫിങ്ങിന്റെ മീനിങ്ങിൽ തന്നെ നമ്മൾ കണ്ടു. എന്താണ് സ്റ്റാഫിംഗ്? സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞു, സ്റ്റാഫിംഗ് മീൻസ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ഇതാണ് സ്റ്റാഫിംഗ് ഇൻ സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ആ റൈറ്റ് പേഴ്സൺ റൈറ്റ് പ്ലേസിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് വഴി ആ ബിസിനസ് ഓർഗനൈസേഷന് പെർഫോമൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഹ്യൂമൻ റിസോഴ്സസിനെ അവരുടെ സ്കിൽസും ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ടാലന്റും ഒക്കെ അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ജോബ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നത് വഴി അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പം അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക, ഹയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് അവരെ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ റൈറ്റ് ആയിട്ടുള്ള സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്നത് വഴി അവരുടെ സ്കിൽസും ടാലൻസും എല്ലാം ഉപയോഗിച്ച് ആ കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഹയർ പെർഫോമൻസ് ബൈ പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. ആളുകൾ കൃത്യമായിട്ടുള്ള ആളെ കൃത്യമായിട്ടുള്ള ജോലിയിൽ പ്ലേസ് ചെയ്താൽ അത് ഹയർ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യും എന്നതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. തേർഡ് പോയിന്റ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. തേർഡ് പോയിന്റ് പറയുക സർവൈവൽ ആൻഡ് ഗ്രോത്ത്. Survival and growth of the business by providing proper training and development to the future managers. അപ്പോൾ staffing is important as it helps in survival and growth of business organization. സർവൈവലിലൂടെ ഹ്യൂമൻ റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെ നല്ല ട്രെയിനിങ് കൊടുക്കുന്നത് വഴി ആ ട്രെയിനിങ് കൊടുക്കുന്നത് വഴി അവരുടെ സ്കിൽസ് എല്ലാം കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അവരെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ സാധിക്കുന്നു. അപ്പൊ കമ്പനിയുടെ ഫ്യൂച്ചർ മാനേജേഴ്സിനെയൊക്കെ ഇങ്ങനെ ഈ പ്രോസസ്സിലൂടെ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത് വഴി അവരുടെ സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ആൻഡ് അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ അതുവഴി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ്. ആ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെ പ്രാപ്തരാക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാ എംപ്ലോയീസിനെയും ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ബിസിനസ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ടു ഫ്യൂച്ചർ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അഥവാ മാനേജേഴ്സിന് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ കൊടുത്ത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും എല്ലാ ബിസിനസ് സിറ്റുവേഷൻസിലും ചേഞ്ചിങ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പം ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എല്ലാം കൊടുത്ത് മാനേജേഴ്സിനെ വാർത്തെടുക്കാനും അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ളതും ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവരെ പിടിച്ചു നിർത്താനും എല്ലാം സ്റ്റാഫിംഗ് ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് പോയിന്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ്. പ്രിൻസിപ്പൽ റിസോഴ്സസ് അഥവാ മെയിൻ റിസോഴ്സ് അഥവാ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ ഹ്യൂമൻ റിസോഴ്സസ് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും കുഴപ്പമാണ്. അപ്പം അതാണ് ഇതിൽ പറയുക എക്സസ് ഓർ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഇസ് ഹാർംഫുൾ ടു ദ ബിസിനസ്. അപ്പം ബിസിനസ് സ്ഥാപനത്തിന്റെ എത്ര ആളെ ആവശ്യമുണ്ടോ, അവരുടെ ജോലി എന്താണ്, എത്ര സമയം ഉള്ള ജോലിയാണ്, അവർക്ക് ജോലിക്ക് എത്ര ആളുകളെ വേണം, ഇതൊക്കെ നോക്കി ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ടായിരിക്കും സ്റ്റാഫ്സിനെ അലോട്ട് ചെയ്യുന്നത്. ഇതുവഴി വേസ്റ്റേജും ടൈമിന്റെ വേസ്റ്റേജും
ആളുകളെ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫും എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് പറയുക ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എത്ര ആളുകളെ വേണം എന്നെല്ലാം അനലൈസ് ചെയ്ത് എന്താണ് ജോലി, ഓരോരുത്തരുടെയും ജോലി എന്താണ്, എത്ര ആളുകളെ വേണം, എത്ര സമയം ഉണ്ട് ജോലി, ഇതെല്ലാം അനലൈസ് ചെയ്ത് ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രീതിയിലുള്ള സമയത്തിന്റെ വേസ്റ്റേജോ അഥവാ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫോ ഒന്നും വരാതെ കൃത്യമായിട്ട് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് സഹായിക്കും. അപ്പം അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. ഇറ്റ് ഈസ് പോസിബിൾ ബൈ എൻഷ്യൂറിംഗ് ദ റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓൺ ഈച്ച് ജോബ് പൊസിഷൻ. അപ്പൊ കൃത്യമായിട്ടുള്ള ജോബ് പൊസിഷനിൽ കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസിനെ അലോട്ട് ചെയ്യുന്നതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. അപ്പം hence we can say that fourth importance of staffing is optimum utilization of human resources. ഹ്യൂമൻ റിസോഴ്സസിനെ കൃത്യമായിട്ട് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഒരു എക്സസും വരാതെ എന്നാൽ ഷോർട്ടേജും വരാതെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. ഫിഫ്ത്ത് പോയിന്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് റെമ്യൂണറേഷൻ പോളിസി എല്ലാം ഫിക്സ് ചെയ്ത് സാലറി പാക്കേജസ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ്സ്, ബോണസ് ഇങ്ങനെയുള്ളതെല്ലാം പ്രോപ്പർ ആയി കൊടുക്കുന്നത് വഴി we can make sure that employees are satisfied in their job. അപ്പൊ ഇങ്ങനെയെല്ലാം കൃത്യമായിട്ട് അസസ് ചെയ്ത് അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ, വേണ്ട ബോണസ്, ഇൻസെന്റീവ്സ് അഥവാ അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ്സ് ഇതെല്ലാം കൊടുക്കുന്നത് വഴി എംപ്ലോയീസ് സാറ്റിസ്ഫൈ ആയിരിക്കും. അങ്ങനെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നതാണ് സ്റ്റാഫിങ്ങിന് വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുക. അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്റ്റാഫിംഗ് നടത്തിയാൽ അത് വിൽ റിസൾട്ട് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. പ്രോപ്പർ സ്റ്റാഫിംഗ് വിൽ റിസൾട്ട് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുക. Job satisfaction and morale of employees can be improved through proper assessment and remuneration policies. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഓരോരുത്തരെ അസസ് ചെയ്ത് അവർക്ക് ഓരോ ജോലി കൊടുത്ത് അവരെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് നല്ല റെമ്യൂണറേഷൻ കൊടുത്ത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ബെനിഫിറ്റ്സ് കൊടുത്ത് ഇൻസെന്റീവ്സും ബോണസും അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർക്ക് ബെനിഫിറ്റ്സും അവരെ റെമ്യൂണറേഷനും ഒക്കെ അവർക്ക് കൊടുത്താൽ അവര് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകുന്നതാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്റ്റാഫിംഗ് ചെയ്യുന്നത് വഴി ജോബ് സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത് ഫിഫ്ത്ത് പോയിന്റിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ. സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. 5 പോയിന്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗിൽ മെയിൻലി വന്നിട്ട് കോമ്പീറ്റന്റ് പേഴ്സൺസിനെ സ്റ്റാഫിംഗ് വഴി നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരെ സ്റ്റാഫിംഗ് വഴി നമുക്ക് കിട്ടും. സെക്കൻഡ് പോയിന്റിൽ ഹയർ പെർഫോമൻസ്, സ്റ്റാഫിംഗിലൂടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. തേർഡ് പോയിന്റ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഫോർത്ത് പോയിന്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് ഇപ്പൊ നമ്മൾക്ക് തന്നെ പറയാൻ പറ്റുന്നത് ഇത്രയും സ്റ്റാഫിംഗ് ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 4 ഫീച്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും സ്റ്റാഫിംഗിന്റെ സവിശേഷതകൾ. എല്ലാത്തിനും ഇപ്പം പ്ലാനിങ്ങിന്റെ സവിശേഷത എന്താണ് എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് ഇസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ സ്റ്റാഫിംഗിനെ കുറിച്ച് പറയാം. സ്റ്റാഫിംഗ് ഇസ് ദ തേർഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. അല്ലെ സ്റ്റാഫിംഗ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. വേറെ എന്തൊക്കെയായിരിക്കും സ്റ്റാഫിംഗിന്റെ പ്രത്യേകതകൾ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെയായിരിക്കും അല്ല അതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏതൊക്കെയാണ് സ്റ്റാഫിംഗിന്റെ സവിശേഷതകൾ അഥവാ സ്റ്റാഫിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടന്റ് മാനേജറിയൽ ഫംഗ്ഷൻ. All other managerial functions such as planning, organizing, etc. depend on manpower. Hence, it is very important. അപ്പം ഫസ്റ്റ് പോയിന്റ് തന്നെ ഇമ്പോർട്ടന്റ് മാനേജറിയൽ ഫംഗ്ഷൻ. മാനേജറിയൽ ഫംഗ്ഷൻസ് 5 ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. ഇതാണ് മാനേജറിയൽ ഫംഗ്ഷൻ. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജറിയൽ ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക. കാരണം പ്ലാനിങ്ങും ഓർഗനൈസിംഗും എല്ലാം ചെയ്യണമെങ്കിൽ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മനുഷ്യരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസ് അഥവാ സ്റ്റാഫിംഗ് വഴി നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് അഥവാ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജറിയൽ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബാക്കി പ്ലാനിങ്ങും ഓർഗനൈസിംഗും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാഫിംഗ് എന്നുള്ള ഫംഗ്ഷനിലാണ്. കാരണം സ്റ്റാഫിംഗിലൂടെയാണ് മാൻ പവറിനെ അഥവാ ഹ്യൂമൻ റിസോഴ്സസിനെ അപ്പോയിന്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജറിയൽ ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്.
സെക്കൻഡ് പോയിന്റ് പെർവാസീവ്. പെർവാസീവ് നമ്മൾ പ്ലാനിങ് പഠിച്ചപ്പോൾ പഠിച്ചു. പെർവാസീവ് ആണ്. പെർവാസീവിന്റെ അർത്ഥം നമ്മൾ അപ്പം പഠിച്ചിരുന്നു. അപ്ലിക്കബിൾ ഇൻ ഓൾ ദ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ എല്ലാ ലെവൽസിലും, എല്ലാ മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നതാണ് പെർവാസീവിന്റെ മീനിങ്. അപ്പം സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ മാത്രമാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉള്ള ഉപകാരമുള്ളത്. അഥവാ സ്റ്റാഫിംഗ് നമ്മൾ നടത്തുന്നത് ടോപ്പ് ലെവലിൽ മാത്രമാണ്. ഒരു കമ്പനിയിലെ ടോപ്പ് പൊസിഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റാഫിംഗ് നടത്തുന്നത്. അല്ല അല്ലെ, എല്ലാ ലെവലിലും സ്റ്റാഫിംഗ് നടത്തും. മിഡിൽ ലെവലിൽ സ്റ്റാഫിംഗ് നടത്തും, ലോവർ ലെവലിലും സ്റ്റാഫിംഗ് നടത്തും. അപ്പൊ അതാണ് പറയുന്നത് പെർവാസീവ് ആണ് സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും സ്റ്റാഫിംഗ് വേണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഓൾ ഓർഗനൈസേഷൻസ് പെർഫോം സ്റ്റാഫിംഗ് ഫങ്ഷൻ. എല്ലാ ലെവൽസിലും, ടോപ്പ് ലെവൽ മാനേജ്മെന്റിലും മിഡിൽ ലെവൽ മാനേജ്മെന്റിലും ലോവർ ലെവലിലും എല്ലാ തരത്തിലും സ്റ്റാഫിംഗ് നടത്തും. ആൻഡ് എല്ലാ ഓർഗനൈസേഷനിലും സ്റ്റാഫിംഗ് നടത്തും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആദ്യം നമ്മൾ ടോപ്പ് ലെവൽ എംപ്ലോയീസിനെ അഥവാ ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ മാത്രമല്ല സ്റ്റാഫിംഗ് കൊണ്ട് അപ്പോയിന്റ് ചെയ്യുക. ക്ലർക്ക് മുതൽ മാനേജർ വരെയുള്ള എല്ലാ രീതിയിലും, ലോവർ ഗ്രേഡ് മുതൽ ഹയർ ഗ്രേഡ് വരെയുള്ള എല്ലാവരെയും സ്റ്റാഫിംഗ് കൊണ്ടാണ് അപ്പോയിന്റ് ചെയ്യുക. അതുകൊണ്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ അത് പെർവാസീവ് എന്ന് പറയും. പെർവാസീവ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ തരത്തിലും ആപ്ലിക്കബിൾ ആണ്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും എല്ലാ തലത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ സെക്കൻഡ് പോയിന്റ് ആണ് പെർവാസീവ്. തേർഡ് പോയിന്റ്, സ്റ്റാഫിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് which continues throughout the life of an organization. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ സ്റ്റാഫിംഗ് ഒരു തവണ നടത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫിംഗ് നടത്തേണ്ട ആവശ്യം വരത്തില്ലേ? ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിംഗ് നടത്തേണ്ടി വരും അല്ലെ? ആ സ്റ്റാഫിംഗ് നടത്തിയ ആള് റിട്ടയർ ചെയ്യാം, അഥവാ ആള് ഈ ജോലി വിട്ട് വേറെ ജോലിയിലേക്ക് പോകാം, അഥവാ അതിൽ കൂടുതൽ ആളുകളെ ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഫോർസീൻ കാര്യങ്ങൾ സംഭവിക്കാം, ആൾക്ക് ഡിസീസ്ഡ് ആവാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ എന്തും സംഭവിക്കാം. അഥവാ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ആളുകളെ വേണ്ടി വരാം. അങ്ങനെ എന്തായാലും സ്റ്റാഫിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു തവണ സ്റ്റാഫിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫിംഗ് നടത്തേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റാഫിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ത്രൂ ഔട്ട് ദ ലൈഫ് സ്റ്റാഫിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. കാരണം എംപ്ലോയീസ് പോകുമ്പോൾ പുതിയ ആളെ കൊണ്ടുവരണം, പുതിയ ആളെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതാണ് തേർഡ് പോയിന്റിൽ പറയുക. സ്റ്റാഫിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഫോർത്ത് പോയിന്റ്, പ്ലേസ്മെന്റ്. പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ഇസ് ദ മോട്ടോ ഓഫ് സ്റ്റാഫിംഗ്. അപ്പം പ്ലേസ്മെന്റ്, കൃത്യമായിട്ടുള്ള ആളെ പ്ലേസ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗിന്റെ എയിം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആളെ റൈറ്റ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ആളെ പ്ലേസ് ചെയ്യാത്തത്, ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഡാൻസ് ടീച്ചറായിട്ട് ഒരു മ്യൂസിക് അറിയാവുന്ന ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് വഴി ആ കമ്പനി അഥവാ ആ ഒരു പൊസിഷനെ കറക്റ്റ് അല്ലാതെയാവും. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ജോബിന് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗിന്റെ മോട്ടോ അഥവാ സ്റ്റാഫിംഗിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ആണ് സ്റ്റാഫിംഗിന്റെ ഒരു എയിം അഥവാ മോട്ടോ എന്ന് പറയുന്നത്. അതാണ് ഫോർത്ത് പോയിന്റ് പറയുക, പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ടു ദ റൈറ്റ് ജോബ്. അപ്പം ഇതൊക്കെയാണ് സ്റ്റാഫിംഗിന്റെ ഫീച്ചേഴ്സ് പറയുക. നമ്മൾ 4 ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാഫിംഗിന്റെ. ഫസ്റ്റ്, ഇമ്പോർട്ടന്റ് മാനേജറിയൽ ഫംഗ്ഷൻ. സ്റ്റാഫിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് പെർവാസീവ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. Third point, it is a continuous process. Fourth point, placement. Placing the right person onto the right job. ഇത് 4 ആണ് സ്റ്റാഫിംഗിന്റെ ഫീച്ചേഴ്സ്. താങ്ക് യു.